സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയ്ക്കായുതകും നന്മകൾ ചെയ്തിടാനുണരാ. പാപത്തിൻ കെട്ടുകൾ തകർക്കാൻ ജീവന്റെ നാഥനെ തേടിടാം. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഏതെല്ലാം മേഖലയില് വെഞ്ചരിപ്പ് ലഭിക്കണോ ആ മേഖല എല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. വിടുതലിൻ രക്തമൊഴുക്കണമേ, ശാപത്തിൻ ബന്ധനം അഴിക്കണമേ. വിടുതലിൻ രക്തമൊഴുക്കണമേ, ശാപത്തിൻ ബന്ധനം കഴിക്കണമേ. യേശുവിൻ രക്തമൊഴുക്കണമേ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ രക്തമൊഴുക്കണമേ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയാണ്. സുഖപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. കർത്താവേ, മാനവരക്ഷകനേ, നരനുവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ,
മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ വീശി പാടാം. കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വരമുയർത്തി കർത്താവേ നീ പരിശുദ്ധൻ. അഭിഷേകത്തോടെ കർത്താവേ. ശ്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഹൊറേബ് മലയുടെ മുകളില് മോശയോട് സംസാരിച്ച അതേ ദൈവം തന്നെ ഇതാ നമ്മുടെ മധ്യത്തില്. കണ്ണുകളുയർത്തി ആഴമായ വിശ്വാസത്തോടെ നമുക്ക് ഒന്ന് ദർശിക്കാം. അതേ ദൈവം തന്നെ ഉണ്ണിയായി കാലിത്തൊഴുത്തില് ജനിച്ച ദൈവത്തിന്റെ കാരുണ്യം, ആ കാരുണ്യത്തെയാണ് പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയത്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ജീവനുള്ള ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. പത്രോസേ, മാംസരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, നിന്റെ സ്വർഗീയ പിതാവാ. കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ നമുക്ക് ഈ നിമിഷം ദർശിക്കാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ വചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാട്ടി മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴാ അതിൽ മറഞ്ഞിരിക്കുന്ന തമ്പുരാന്റെ സ്നേഹം ശിഷ്യന്മാരനുഭവിച്ചത്. നമുക്ക് വേണ്ടി സ്വർഗം വിട്ട അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന മുറിക്കപ്പെട്ട ദൈവത്തിന്റെ കാരുണ്യം. കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കാം, ആഴമായ വിശ്വാസത്തോടെ നോക്കാം. പത്രോസിന്റെ വിശ്വാസമാണ് മക്കളെ ഈ അപ്പത്തിലോ വെളിപ്പെട്ടിരിക്കുന്നത്. 12 ശിഷ്യന്മാരുടെ വിശ്വാസമാണ് പരിശുദ്ധ കുർബാനയിലോ ഈ അപ്പത്തിലോ വെളിപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വെളിപ്പെടുത്തുന്നത് മാംസരക്തമല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ആകർഷിച്ചതുകൊണ്ടാണ് ഞാനും നിങ്ങളും കർത്താവിന്റെ ഈ തിരുശരീര രക്തത്തിലോ ഇന്ന് ജീവിക്കുന്നത്. നരക കവാടം ഇതിനെതിരെ പ്രബലപ്പെടത്തില്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്നുള്ള പത്രോസിന്റെ ആഴമായ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. അത് അപ്പത്തിലാണ്, വീഞ്ഞിന്റെ സാദൃശ്യത്തിലാണ് അവൻ വീണ്ടും വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ പത്രോസും യാക്കോബും യോഹന്നാനും 12 ശിഷ്യന്മാരും പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്നിരുന്നുകൊണ്ട് സഹിയോൻ ഒട്ടുശാലയിൽ അവൻ സ്ഥാപിച്ച
പരിശുദ്ധ കുർബാന വീണ്ടും അനുസ്മരിച്ചപ്പോൾ അത് അനുഗ്രഹമായി, രക്ഷയായി, സാന്നിധ്യമായി അവരുടെ ശരീരത്തിലോ വെളിപ്പെട്ടപ്പോൾ പത്രോസ് സുന്ദര കവാടത്തിലൂടെ ബലിയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇവരിൽ നിന്ന് സ്വർണ്ണോ വെള്ളിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നോ വിചാരിച്ച് കരം നീട്ടുന്നത്. പ്രിയ ദൈവജനമേ, ഒരപ്പസ്തോലന്റെ കൈവശമുള്ളത് പരിശുദ്ധ കുർബാനയാ. യേശുവാണ്. തന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയിലും ആ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുക ആ മുടന്തനായ മനുഷ്യനോട് പത്രോസ് പറയുന്നുണ്ട്, മനുഷ്യ, നീ ഞങ്ങളിലേക്ക് നോക്കുക. പത്രോസ് കൂടെ നിന്ന് യോഹന്നാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാ, ഞങ്ങളിലേക്ക് നോക്കുക. പ്രിയ ദൈവജനമേ, 12 ശിഷ്യന്മാരുടെയും മനോഭാവം ഒരേ മനോഭാവമായപ്പോൾ ദൈവത്തിന്റെ കാരുണ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടത്. ഒരു കൂട്ടായ്മയില് ദൈവസാന്നിധ്യം അതിന്റെ പൂർണ്ണതയില് വെളിപ്പെടണമെങ്കിൽ ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും വിശ്വാസം ഏക വിശ്വാസമായിരിക്കണം. സത്യദൈവത്തിലുള്ള വിശ്വാസം, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമാണ് പ്രിയ ദൈവജനമേ അവരുടെ ജീവിതങ്ങളിലോ പിന്നീടുള്ള കാലഘട്ടങ്ങളിലോ കാലയളവിലോ സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി, അഭിഷേകമായി, സമൃദ്ധിയായി വെളിപ്പെടുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം, ഏക മനസ്സോടെ വിളിക്കാം. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ആഴമായ വിശ്വാസത്തോട്, പത്രോസിന്റെ വിശ്വാസത്തോട്, പൗലോസിന്റെ വിശ്വാസത്തോട്, ആദിമസഭയുടെ വിശ്വാസത്തോട്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിശ്വാസത്തോട്, രക്തസാക്ഷികളുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധരുടെ വിശുദ്ധമായ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമക്കളൊന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്വരമുയർത്തി. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടാം. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കൃപ ചൊരിയുന്ന ഓരോ മണിക്കൂറുകളെ ഓർത്ത് നമുക്ക് ദിവസത്തിന്റെ നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് തരുന്ന ഓരോ അവസരങ്ങളെയും ഓർത്ത് നമുക്ക് ദിവസത്തിന്റെ നന്ദി പറയാം. 1-2 പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. എന്റെ പേര് ചാക്കോ, ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 10 മാസമായിട്ട് കുടമാളൂർ പള്ളിയിലെ കൊന്തയും വചനപ്രഘോഷണവും ആരാധനയിൽ വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു. എനിക്ക് ആദ്യത്തെ കുട്ടി മരുന്ന് കഴിച്ച് 4 വർഷത്തിന് ശേഷമാണ് ഉണ്ടായത്. എന്നാൽ രണ്ടാമത് ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു. കുടമാളൂർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു മരുന്നും സഹായമില്ലാതെ ഒരു പെൺകുട്ടിയെ ദൈവം നൽകി അനുഗ്രഹിച്ചു. എന്റെ ഭാര്യയുടെ സഹോദരൻ ബാംഗ്ലൂരിൽ നിന്ന് ഡെങ്കിപ്പനി ബാധിച്ച് നാട്ടിൽ വരികയും ഞാൻ കുടമാളൂർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നാട്ടിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, യാതൊരു തരത്തിലുള്ള രോഗാവസ്ഥയും അണുക്കളോ ശരീരത്തിലില്ല എന്ന് വെളിപ്പെട്ട് കിട്ടി. കർത്താവ് ആ മകനെ സുഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ചപ്പോൾ വീണ്ടും പറയുന്നു, എന്റെ ഭാര്യയുടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തൈറോയിഡ് മാറിക്കിട്ടി. സാമ്പത്തിക മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടായി. ഭാര്യയുടെ സിസേറിയൻ ഒരു തടസ്സവും കൂടാതെ നടന്നു. എനിക്ക് വിദേശത്ത് പോകുവാൻ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ ബ്രദറിനെ എന്റെ പ്രാർത്ഥന സഹായം പറയുകയും 13 വെള്ളിയാഴ്ച കുടമാളൂർ പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ശരിയായി ഈ മാസം ഞാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ആലയത്തിൽ നിന്ന് ഇവിടെ കടന്നു വന്നത് സിസ്റ്റേഴ്സിനെ ആയിട്ട് കടന്നു വന്നതാ, പ്രിയപ്പെട്ട ഡ്രൈവറായിട്ട് വന്നതാ. കർത്താവ് ആ മകനെ തൊട്ട് അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ഒത്തിരിയേറെ ദുശീലങ്ങള് ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. പരിപൂർണമായ ദൈവാനുഗ്രഹം ആ കുടുംബത്തിലേക്ക് വന്നു. അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന തമ്പുരാന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കണ്ടമേ നീ വരികയില്ല.
ഇന്നു കണ്ട ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നന്ദി പറഞ്ഞേ, അനുഗ്രഹിക്കുന്നവർ നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ട ഈ സഹോദരൻ ചെയ്ത ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് തനിക്ക് അനുഗ്രഹം കിട്ടാൻ തുടങ്ങിയ ഉടനെ തന്നെ ഇദ്ദേഹം നമ്മുടെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് അവരുടെ ഇടവകയിൽ തത്തമ്പള്ളി പള്ളിയിൽ അറിയാൻ വേണ്ടി ഇദ്ദേഹം ഫ്ലെക്സ് ബോർഡ് അടിച്ച് ആ തത്തമ്പള്ളി പള്ളിയുടെ പരിസരത്ത് ബോർഡ് സ്ഥാപിച്ചു, അച്ഛനോട് ചോദിച്ചിട്ട്. പ്രിയപ്പെട്ടവർ, അതുപോലെ ഇവിടുന്ന് നോട്ടീസുകൾ കൊണ്ടുപോയി അടുത്തുള്ള ഇടവകളിലൊക്കെ അദ്ദേഹം വിതരണം ചെയ്തു. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ വേല ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവർ, അതുപോലെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് ധ്യാനിക്കുക, നമ്മുടെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ആ ഇടവകയിൽ നിന്ന് യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ കൊണ്ടേ ആക്കി. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങള് തിരികെ കടന്നു അവർ അനുദിനം ബലിയില് പങ്കുചേരുന്നു എന്ന് ആ ഇടവക സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ആ ഇടവകയിൽ ഒരു ശുശ്രൂഷ നമ്മുടെ ഈ ഇവിടെ നടക്കുന്ന പോലെ ഒരു ആരാധന വൺഡേ അവിടെ ചെയ്യുവാനായിട്ട് അവിടുത്തെ വികാരിയച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പോകുന്നതിനെയും ഈ സഹോദരൻ പോകുന്നതിന് മുമ്പ് ആ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കാരുണ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുക, എത്രയും പെട്ടെന്ന് തത്തമ്പള്ളി പള്ളിയിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരം ഉയർത്തി നമുക്ക് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഈ സഹോദരനെയും കുടുംബത്തെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്ന് തീടുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്നെ തന്റെ മാറിൽ ചേർത്തു നിർത്തുമേ. എന്റെ രോഗക്കിടക്കയതിൽ എന്റെ നാഥൻ വന്ന് തീടുമേ, കണ്ണീരെല്ലാം തുടച്ചിടുമേ, എന്നെ തന്റെ മാറിൽ ചേർത്തു നിർത്തുമേ. ഞങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെഞ്ചുനീറി കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യൻ എന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. നെഞ്ചുനീറി കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യൻ എന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. ഞങ്ങൾ അടിച്ച് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടോണി എന്ന വ്യക്തി സാക്ഷ്യപ്പെടുത്തി ഈ ഇടവകയിൽപ്പെട്ട ആളാണ്. ഒരു 3 മാസമായിട്ട് ഞാൻ മഞ്ഞപ്പിത്തം പിടിച്ച് ട്രീറ്റ്മെന്റിലായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും ബിൽറൂബിൻ ലെവൽ കൂടിക്കൊണ്ടിരുന്നു.
ഇവിടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 ദിവസം കൊണ്ട് എന്റെ ബിൽറൂബിൻ കുറഞ്ഞു. ഇപ്പോൾ എല്ലാം നോർമലായി. പരിപൂർണമായ രോഗശാന്തി നൽകി അനുഗ്രഹിച്ച തമ്പുരാന് 1000 നന്ദി പറയുകയും. കരങ്ങൾ ഉയർത്തി. രോഗാവസ്ഥയിലായിരുന്ന ആ മകനെ മരുന്ന് കഴിച്ചിട്ടും ഒരു പ്രയോജനമില്ല. ദൈവത്തിന്റെ വചനം ആ മകനിലേക്ക് കടന്നു ചെന്നപ്പോൾ, യേശു ആ മകനിലേക്ക് കടന്നു ചെന്നപ്പോൾ സൗഖ്യമായിട്ട് ശരീരത്തിൽ രൂപപ്പെട്ടു. കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുന്നോ ലേപനമോ ഔഷധമല്ല. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനമായ യേശുവാണ് അവരെ സുഖപ്പെടുത്തിയത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നെഞ്ചുനീറിക്കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യൻ എന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. നെഞ്ചുനീറിക്കരയുമ്പോഴും എന്റെ ഉള്ളം പിടയുമ്പോഴും വൈദ്യൻ എന്നെ കൈവിടുമ്പോഴും യേശു മാത്രം കൂടെയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കുടമാളൂർ ഇടഭാഗംഗമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ എന്റെ 2 കാലിനും മുട്ടിന് താഴേക്ക് വേദനയും പാദത്തിന് തീയിൽ ചവിട്ടുന്ന അനുഭവമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുകച്ചിലും മരവിപ്പും ഉണ്ടായി. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാനും രോഗസൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ച് 3 വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ ഉപവാസമെടുത്ത് പങ്കുകൊള്ളാമെന്ന്, വാഹനം കിട്ടിയാൽ പോലും നടന്നു വരാമെന്നും സാക്ഷ്യം അറിയിച്ചു കൊള്ളാമെന്നും നേർന്നതിന്റെ ഫലമായി രോഗകാരണം കണ്ടെത്തുകയും കുറയുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ഒരേ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി വാഹനം കിട്ടിയാലും ആ വാഹനത്തിൽ കയറാതെ സഹനത്തിലൂടെ നടന്നു വന്ന് തമ്പുരാന് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് നേർന്നപ്പോൾ സൗഖ്യം കിട്ടി. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 3 ആഴ്ച കർത്താവിന്റെ തിരുസന്നിധിയിലായിരുന്നത്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ വിധ വ്യാധികള് പുറത്തു പോകും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. കരങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം. നിമ്മനമിളകാതെ നിമ്മനപ്പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിമ്മനമിളകാതെ നിമ്മനപ്പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കുഞ്ഞമ്മ എന്ന സഹോദരി കാഞ്ഞിരപ്പള്ളിയെ സാക്ഷ്യപ്പെടുത്തുകയും ഈ സാക്ഷ്യം എഴുതുന്നത് ദുബൈയിലുള്ള എന്റെ മകൾക്ക് വേണ്ടിയാണ്. അവളുടെ ഭർത്താവിന് ജോലിയിൽ പ്രമോഷൻ കിട്ടിയിട്ട് മാസങ്ങളായി. അതിന്റെ ഓർഡർ രേഖാമൂലം കിട്ടിയില്ല. ഇന്റർനെറ്റിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും കുടമാളൂരെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിസംബർ 26-ാം തീയതിയിലെ ആരാധനയിൽ
കൂടിക്കഴിഞ്ഞപ്പോൾ പ്രൊമോഷന്റെ ഓർഡർ കയ്യിൽ കിട്ടി. ഡിസംബർ 26 തീയതിത്തെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രൊമോഷൻ ഓർഡർ കൈ കിട്ടി. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ കാരണം ഇന്റർനെറ്റിലൂടെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ ഇവിടെ ഒഴുകുന്ന ദൈവത്തിന്റെ കാരുണ്യം അവിടെ വെളിപ്പെടുകയാ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ശക്തനായ ദൈവം, ഹല്ലേലൂയ! അവിടുത്തെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ. വാഗ്ദാനത്തുനിന്ന് CA മറിയാമ്മ എഴുതുന്നു, ഞാൻ നാട്ടിലുള്ളപ്പോൾ 95% മുടക്കം കൂടാതെ വെള്ളിയാഴ്ച ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. മുടക്കം കൂടാതെ നാട്ടിലുള്ള സമയങ്ങളിൽ വന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയാണെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും ആരാധനയെ സാക്ഷ്യപ്പെടുത്താമെന്ന് ഏറ്റുപറഞ്ഞ് ആരാധനയെ സംബന്ധിച്ചപ്പോൾ എന്റെ മകന്റെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയവ എല്ലാം ഇന്നലെ തിരിച്ചു കിട്ടി. ഇന്ന് തന്നെ നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനുള്ള വലിയ കൃപ ഈശോ കൊടുത്തു. കൂടാതെ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്ന ഒരു വ്യക്തിയുടെ മകൾക്ക് ജോലി നഷ്ടപ്പെട്ടതും തിരികെ കിട്ടി. ആ കിട്ടിയ ജോലിയിൽ ആ സഹോദരി പ്രവേശിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തി നാട്ടിലുള്ളപ്പോഴൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ദൂരത്തുനിന്ന് കടന്നു വരികയാ. ഈ ആലത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവകാശം ചോദിച്ചപ്പോൾ ദൈവമായ കർത്താവ് ആ മണിക്കൂറിൽ തന്നെ അവകാശം കൊടുത്തു. ഒത്തിരി സമയമൊന്നും എടുത്തില്ല. മക്കളെ, തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കാലതാമസമില്ല. അവനോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. കരമുയർത്തി റോമ 8:1 വചനത്തിന് ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിൽ വെളിപ്പെടുന്നുണ്ട്. കരമുയർത്തി ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോ. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലല്ലോ. ഹല്ലേലൂയ. പാലയിൽ നിന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും എന്റെ മകൻ പഠനത്തിൽ പിന്നോട്ട് പോവുകയും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരികയും ചെയ്തു. എല്ലാ കാര്യത്തിലും അവൻ പിന്നോട്ടാകാൻ തുടങ്ങി. മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഡോക്ടർ ചെറിയ മരുന്ന് നൽകി. എന്റെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് വീട്ടിലിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നിയോഗം വെച്ച് ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മരുന്ന് പൂർണ്ണമായി നിർത്തി പരിപൂർണമായ സൗഖ്യം നൽകി ആ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു. മാനസിക പീഡയിൽ നിന്ന്, പിരിമുറുക്കത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കർത്താവ് മോചിപ്പിച്ചത് അമ്മ ദൈവസന്നിധിയില്, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് കടന്നു വന്ന് വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിളിച്ച് കണ്ണുനീര് ഒഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കൊടുത്ത തമ്പുരാന്റെ കാരുണ്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ?
കരമടിച്ചു പാടി എല്ലാവരും ചേർന്ന് ഒത്തിരിയേറെ കൃപ ഒഴുകുന്നുണ്ട്, ഒത്തിരിയേറെ സൗഖ്യം വെളിപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ വിശ്വാസത്തിന്റെ ശക്തി ശരീരങ്ങളിലോ മനസ്സിലോ ആത്മാവിലോ ജീവനിലോ വെളിപ്പെടുന്നുണ്ട്. എല്ലാവരും ചേർന്ന് വലിയ ആഹ്ലാദാരവത്തോടെ ദൈവത്തെ ആരാധിക്കാം. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. സഹോദരി ഇടവകയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി തന്റെ അമ്മയ്ക്ക് അതിശക്തമായ ചുമ ഉണ്ടാവുകയും ഡോക്ടറെ കാണിച്ചപ്പോൾ TB ആണെന്ന് പറയുകയും അതിനെങ്ങനെ കഫം പരിശോധിക്കുകയും ചെയ്തു. ചില രോഗലക്ഷണങ്ങളുണ്ടായിരുന്നു. അതിന് മുമ്പ് 9 കൊല്ലം മുമ്പ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ TB ആണെന്നുള്ള ടെസ്റ്റ് നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരാധന കൂടി സാക്ഷ്യപ്പെടുത്തിക്കളാൻ നേർന്നു. പിന്നെ TB ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ട് നോർമൽ ആണെന്നറിഞ്ഞു. രോഗശാന്തി നൽകി അനുഗ്രഹിച്ചതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നതിനുള്ള എല്ലാ രോഗലക്ഷണങ്ങളും വെളിപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിച്ചോളാമെന്ന് നിയോഗം വെച്ചപ്പോൾ കർത്താവ് സൗഖ്യം കൊടുത്തു. നമ്മൾ സാക്ഷ്യ ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അനേകരെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വ്യക്തികളായിട്ട് മാറണം. തമ്പുരാൻ അനുഗ്രഹം തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടു, ആലപ്പുഴയിൽ നിന്നുള്ള സഹോദരൻ എത്രമാത്രം പേരെയാ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നറിയാമോ? അദ്ദേഹത്തിന് അറിയാവുന്ന പരിചയമുള്ളതുമായ ഒത്തിരിയേറെ വ്യക്തികളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയില് യേശുവുണ്ട്, ദിവ്യകാരുണ്യത്തില് യേശുവുണ്ട്. ആ യേശുവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാമെന്നുള്ള ആ വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ തീർച്ചയായും സൗഖ്യം സംഭവിച്ചിരിക്കും. കരങ്ങൾ ഉയർത്തി നമ്മൾ ഓരോ വ്യക്തികളും സാക്ഷ്യ ജീവിതം നയിക്കും. അനേക ആയിരങ്ങളെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞാനും നിങ്ങളും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, സാക്ഷ്യജീവിതം നയിച്ചോളാം എന്ന് നിയോഗം വെച്ചപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. കർത്താവേ, ഇനിയുള്ള നാളുകളില് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനത്തില് വിശ്വസിച്ച് ആ വചനം ഒന്നുപോലും വചനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വചനമനുസരിച്ച് മരണം വരെ ജീവിച്ചു കൊള്ളാമെന്ന്, കർത്താവിന്റെ തിരുസന്നിധിയില് സാക്ഷ്യം വഹിച്ചുകൊള്ളാമെന്ന് നമ്മൾ നേർന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
IB എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, ഈ ജനുവരി 26 എന്റെ വിവാഹമാണ്. കഴിഞ്ഞ ബുധനാഴ്ച എന്റെ 2.5 പവന്റെ വള വീട്ടിൽ നിന്ന് കാണാതായി. ഞങ്ങൾ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും വള കിട്ടിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ബ്രദറിനെ കണ്ടു, അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? നേർച്ചയൊക്കെ നേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ കുടമാടൂർ പള്ളിയിൽ ആരാധനയും കുർബാനയൊക്കെ നടത്തി കൊള്ളാമെന്ന് നേർന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നഷ്ടപ്പെട്ട വള തിരികെ കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ സമ്പത്തിന്റെ ഒരു വിഹിതം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ വലിയ കാരുണ്യം അവിടെ വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം അവിടെയല്ല നിൽക്കുന്നത്. ഇവരുടെ വരും കാലഘട്ടത്തില് ഇവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ദൈവം ഇവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം, ഞാൻ ദാനമായി തന്നതിന്റെ ഒരു വിഹിതം എന്റെ സന്നിധി സമർപ്പിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. സമർപ്പിക്കുമ്പോൾ ആ ജീവിതം മുഴുവൻ അനുഗ്രഹത്തിന്റെ ജീവിതമായിട്ട് മാറുകയാണ്. കരങ്ങളുയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവസന്നിധിയിലോ ദശാംശം കൊടുക്കുവാനുള്ള, ദൈവത്തിന് സമ്പത്തിന്റെ ഒരു വിഹിതം കൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടായോ, പരാജയങ്ങളുണ്ടായോ, നഷ്ടമുണ്ടായോ, അതെല്ലാം തിരികെ തരുന്ന ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നിതിൻ എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും ഇടവകയിലുള്ള അംഗമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയിലും അതിനെ തുടർന്ന് ക്രിസ്തു കുർബാനയിലും പങ്കെടുക്കാറുണ്ട്. എൻ്റെ MCയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 5 പേപ്പറുകൾ പോയിരുന്നു. പക്ഷെ ഞാൻ രണ്ടാമത് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ 3 പേപ്പർ വീണ്ടും കിട്ടാനുണ്ട് എന്നറിഞ്ഞു. ഒരു വെള്ളിയാഴ്ച ആരുടെയോ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് പാസ്സായി അന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടു. ഞാനും റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, എനിക്ക് റീവാലുവേഷനിൽ പേപ്പർ എല്ലാം കിട്ടണമേ എന്ന്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും ജയിച്ചു. ഇവിടെയൊരു സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സാക്ഷ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അടുത്ത വ്യക്തിയും കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവെ ഞാനും സാക്ഷ്യ ജീവിതം നയിച്ചുകൊള്ളാം. അവ മകനെയും ഈശോ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ദൈവകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. പരിപൂർണമായിട്ടും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ ഈ പരീക്ഷ എഴുതുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട്, പരാജയം മുന്നിൽ കാണുന്ന മക്കളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആ വലിയ കാരുണ്യം വെളിപ്പെടുമ്പോൾ അത് വിജയമായിട്ട് മാറുകയും ഉത്ഥാനത്തിന്റെ ശക്തി നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യം. ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ കുടമാളൂർ പള്ളിയിൽ വന്ന് ആരാധനയിൽ കുർബാനയെ സംബന്ധിച്ചതിന്റെ ഫലമായി മകന് ബാങ്കിൽ നല്ല ജോലി കിട്ടി. നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലേഖ എന്ന സഹോദരി കല്ലറയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന്
ആരാധനയെ പങ്കുചേർന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോൾ എന്റെ നഖത്തിനുള്ളിൽ ശക്തമായ വേദനയും നീരും പഴുപ്പും ഉണ്ടായിരുന്നു. ഈ ആഴ്ച വരുമ്പോൾ മരുന്ന് വാങ്ങാതെ മാറിയാൽ സാക്ഷിപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. മരുന്നോ ലേപനമോ ഔഷധമല്ല, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് അവരെ സുഖപ്പെടുത്തിയത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. എലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, എലിയാവിൻ പുതപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഹല്ലേലൂയ. ഞാനിവിടെ എല്ലാ വെള്ളിയാഴ്ചയിലും ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്റെ ആംഗ്ലയുടെ മോന് വേണ്ടിയാണ് സാക്ഷി എഴുതുന്നത്. കുഞ്ഞുണ്ടായി 7 ദിവസമായപ്പോൾ മുതൽ മഞ്ഞവെള്ളം ഛർദ്ദിക്കുമായിരുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ ആരംഭമാകാം, അല്ലെങ്കിൽ ചെറുകുടൽ മറിഞ്ഞു കിടക്കുന്ന ആകാമെന്ന് പറഞ്ഞു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. 6 മണിക്കൂറിൽ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ളതായിരുന്നു. സാക്ഷ്യം എഴുതിയിട്ടുള്ളാമെന്നും ആരാധന നടത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി സ്കാനിങ്ങില് യാതൊരു കുഴപ്പമില്ല, മറ്റു ടെസ്റ്റുകളിലും യാതൊരു കുഴപ്പവുമില്ല. ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ നിസാരമായി അത് കാണുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്തു എന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരേണ്ട സകല അനർത്ഥങ്ങളെയും തമ്പുരാൻ ഏറ്റെടുത്ത് നിത്യരക്ഷ അവർക്ക് കൊടുക്കുമെന്ന് തിരുവചനങ്ങളിലൂടെ അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. കരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ തീഷ്ണതയോടെ കടന്നു വരുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനമാണ് ആരാധനയുടെ സമയത്ത് അഭിഷേകം ചെയ്യപ്പെടുന്നത്. വചനം കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാ. വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചുവെന്ന് സങ്കീർത്തനം 107:20 നമ്മെ പഠിപ്പിക്കുക. വചനം കേൾക്കുന്നില്ല എങ്കിൽ സൗഖ്യം അനുഭവവേദ്യമാകത്തില്ല, അനുഭവിക്കാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടൊരു വലിയ തിരിച്ചറിവുണ്ടാകുന്നു. പ്രഘോഷിക്കപ്പെടുന്ന വചനം, ചൊല്ലിക്കൂട്ടുന്ന ജപമാലകള് ദൈവത്തിന്റെ വചനമാണ്. വചനം ഒരുവിട്ട് വചനം കേട്ട് വചനത്തെ ആരാധിച്ച് വചനത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക. ആ വചനത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധിയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസാനത്തെ മണിക്കൂറുകൾ നൊവേനയുടെ സമയം, നന്ദി പറയുന്ന മണിക്കൂറുകളാ നൊവേനയുടെ സമയം. അവൾ വിശുദ്ധയായി മാറിയത് തമ്പുരാന്റെ ഈ കാരുണ്യത്തെ സ്വന്തമായി അനുഭവിച്ചപ്പോഴാ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വചനത്തെ ഉപേക്ഷിച്ചാൽ ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും? നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. ദൈവത്തിന്റെ സ്വരം, വചനം ദൈവത്തിന്റെ സ്വരമാ. ഈ സ്വരം കേൾക്കാതെ എങ്ങനെയാ ഇസ്രായേൽ രക്ഷ പ്രാപിക്കുന്നത്? പ്രിയ ദൈവജനമേ, പൂർവപിതാവായ അബ്രഹാം ദൈവത്തിന്റെ സ്വരം കേട്ട്
ആ സ്വരത്തെ സ്വീകരിച്ച് ആ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിച്ചത്. ദൈവത്തിന്റെ സ്വരത്തെ വിശ്വസിച്ചപ്പോഴാണ് ദൈവം 100 വയസ്സായ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചേ. ആ സ്വരത്തെ വിശ്വസിച്ചതുകൊണ്ടാണ്. ദൈവവചനത്തെ കേട്ട് ആ വചനത്തെ അനുസരിച്ച് വചനമായിട്ട് ജീവിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനമേ, കർത്താവിനെ ആരാധിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സ്വരം കേൾക്കണം. ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്വന്തമാക്കുക പരിശുദ്ധ കുർബാനയിലൂടെ. ആ സ്വന്തമാക്കി ആ വിശുദ്ധിയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മണിക്കൂറുകളാണ് ഇവിടെ കടന്നുപോകുന്ന ഓരോ മണിക്കൂറുകളും. പ്രിയ ദൈവജനമേ, കരമുയർത്തി മാപ്പ് ചോദിച്ച് തിരിച്ചറിവില്ലാത്ത നമ്മുടെ ജീവിത ശൈലിയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ആലയത്തില് ശുശ്രൂഷയില് പങ്കുചേരുമ്പോൾ മുഴുവൻ അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്ക് നൽകുന്ന ഈ വലിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? പോരാന്നേ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, വചനശക്തി വ്യാപരിക്കട്ടെ. വചനം കേൾക്കുന്നില്ല എങ്കിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നില്ല. വിശുദ്ധീകരണം സംഭവിക്കുന്നില്ല എങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. നമുക്ക് പാടി ആരാധിക്കാം. ആരാധന, 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 ആരാധന. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. മുട്ടുമേലായിരിക്കാം. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറും നീ അരികിൽ വരാ, തിരുപാദത്തിൽ ഇടന്നിടുവാ. കൊതിയേറും നീ അരികിൽ വരാ, തിരുപാദത്തിൽ ഇടന്നിടുവാ. ആരാധന, ആരാധന, വീശിക്കൊണ്ട് ആരാധന, ആരാധന. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നു. ആരാധന, ആരാധന, എല്ലാവരും ആരാധന. സ്വരമുയർത്തി ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ
ചാരുന്നു ഞാൻ. ആരാധന ആരാധന എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചു. ആരാധന ആരാധന അഭിഷേകത്തോടെ ആരാധന 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 ആരാധന. അങ്ങ് പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ഭാഗ്യമേ അങ്ങെ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ഭാഗ്യമേ അങ്ങെ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന എല്ലാ നിയോഗങ്ങളും ആരാധന എല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ചു. ആരാധന ആരാധന അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കാഴ്ചയായിട്ട് സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദശാംശം ഈ ശുശ്രൂഷയിലേക്ക് തരുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. എല്ലാ അസ്വസ്ഥതകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും ജീവിതങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ശക്തി ഓരോ ജീവിതങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് എല്ലാ നിയോഗത്തിന്റെ മേലും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഫെബ്രുവരി 1 മുതൽ 5 വരെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന നമ്മുടെ ധ്യാനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ പങ്കുചേരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ഞായറാഴ്ചകളിലും മാന്നാനത്ത് ചാമറച്ചന്റെ കബറിടത്ത് നടക്കുന്ന ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. 6 മണി മുതൽ 8 മണി വരെ നടക്കുന്ന വൈകിട്ട് 6 മുതൽ 8 വരെ നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് അവിടെ ശുശ്രൂഷകരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകമായി തരുവാൻ അനേക ആയിരങ്ങള് ഈ 2 ശുശ്രൂഷകളിലും 3 ശുശ്രൂഷകളിലും വന്ന് പങ്കുചേർന്ന് ദൈവകാരുണ്യ നാഥനെ സ്വന്തമാക്കുവാനുള്ള വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് സ്വരമുയർത്തി നമ്മുടെ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് ശുശ്രൂഷകരെ സമർപ്പിച്ച് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഗാന ശുശ്രൂഷകരെ സമർപ്പിച്ചൊന്ന് വിളിക്കാമോ? മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെ സമർപ്പിച്ചൊന്ന് വിളിക്കാമോ? ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. യേശുവേ നന്ദി. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് മുട്ടുമേലായിരിക്കും. സ്വർഗത്തിൽ ആഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോതമപ്പം നീ നിത്യമഹോ
മോനതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയെ ഈശോയെ എന്ന് വിളിക്കാം. എല്ലാവരും ചേർന്ന് വിളിക്കുന്ന ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. പത്രോസ് കണ്ടതേ യേശു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ചോദിച്ചു ശിഷ്യന്മാരോട്. പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. പത്രോസേ, നീ പാറയാകുന്നു. പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. നരക കവാടം അതിനെതിരെ പ്രബലപ്പെടത്തില്ല. മാംസരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗീയ പിതാവാണ്. കരമുയർത്തി വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, താമസിച്ചുള്ള ധ്യാനത്തിന്റെ ബുക്കിങ്ങിനുള്ള ക്രമീകരണം ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ധ്യാനം കൂടാത്ത ഈ ശുശ്രൂഷ നിൽക്കുന്ന എല്ലാവരും തന്നെ ഓരോ മാസങ്ങളിലും അവിടെ ധ്യാനത്തിൽ പങ്കുചേർന്ന് കൗൺസിലിംഗ് ഒക്കെ എടുത്ത് നിങ്ങളുടെ വചനത്തിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ധ്യാനത്തിനുള്ള ബുക്കിങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.